Dear students, welcome to Learner's World. In this video, I'm going to talk about A Fable for Tomorrow by Rachel Carson, BSc Science, 3rd semester, Calicut University. Summary of A Fable for Tomorrow by Rachel Carson. A Fable for Tomorrow is an opening chapter of Rachel Carson's book Silent Spring. It published in 1962. A Fable for Tomorrow എന്ന് പറയുന്നത് റാച്ചൽ കാർസൺ എഴുതിയിട്ടുള്ള ബുക്കാണ് സൈലൻറ്റ് സ്പ്രിംഗ്. ഇത് 1962 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഓപ്പണിംഗ് ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ള എ ഫാബിൾ ഫോർ ടുമോറോ, നാളേക്കുള്ള ഒരു കഥ എന്ന് പറയുന്നത്. The book blends fiction and scientific fact to warn the public about the dangers of pesticide use. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഒരു ബ്ലെൻഡാണ്. ഫിക്ഷനും സയൻറ്റിഫിക് ഫാക്റ്റും കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് ഈ ഒരു എ ഫാബിൾ ഫോർ ടുമോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ. ഇതിൽ പബ്ലിക്കിനെ വാൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഓവറായിട്ട് പെസ്റ്റിസൈഡ് യൂസ് ചെയ്തിട്ട് അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന നിലയിൽ ഒരുപാട് പക്ഷി മൃഗാദികൾ ഒക്കെ മരണപ്പെടുകയും ഒരുപാട് ഡിസ്ട്രക്ഷൻ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. റാച്ചൽ കാർസൺ വാസ് എൻ അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റ് ആൻഡ് റൈറ്റർ. അദ്ദേഹം ഒരു അമേരിക്കൻ മറൈൻ ബയോളജിസ്റ്റ് ആണ്, അതുപോലെ ഒരു എഴുത്തുകാരനാണ്. സൈലന്റ് സ്പ്രിംഗ് ഈസ് എ സയൻറ്റിഫിക് ബുക്ക് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ദ ഡിവാസ്റ്റേറ്റിംഗ് ഇഫക്ട്സ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, പെർട്ടിക്കുലർലി DDT. സൈലന്റ് സ്പ്രിംഗ് അദ്ദേഹത്തിൻ്റെ ബുക്കാണ്. അപ്പോൾ അതിൽ പറയുന്നത് അതൊരു സയൻറ്റിഫിക് ബുക്കാണ്. അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പെസ്റ്റിസൈഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം, അതായത് ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ള കീടനാശിനി എന്ന് പറയുന്നത് DDT ആണ്. ഇത് മൂലം ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടോ ആ ഒരു നാശനഷ്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ കൂടുതൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ദീസ് പെസ്റ്റിസൈഡ്സ് വർ യൂസ്ഡ് വൈഡ്ലി ഇൻ അഗ്രികൾച്ചർ ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു DDT കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് അഗ്രികൾച്ചറിലാണ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് അതിന് ശേഷമായിരുന്നു ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. The book exposed the problems caused when humans interfered with natural processes without understanding the consequences. അപ്പോൾ ഈ ഒരു ബുക്കിൽ ഓഡിയൻസിനോട് പറയുന്നത്, അതായത് മനുഷ്യർ ഈ ഒരു പ്രകൃതിയിലുള്ള ഈ കൈക്കടത്തൽ മൂലം, അതായത് ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സൊക്കെ അമിതമായിട്ട് അഗ്രികൾച്ചറിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രകൃതിയിലെ ഒരുപാട് റിസോഴ്സസാണ് നശിച്ചു പോയത്. ഒരുപാട് ജീവജാലങ്ങൾ, അതായത് നല്ല സമാധാനത്തിൽ ഒഴുകിയിരുന്ന പുഴയിലുള്ള മത്സ്യങ്ങൾ, അതുപോലെ ബേഡ്സ്, ബാക്കിയുള്ള ആനിമൽസ്, ഇതൊക്കെയാണ് നശിച്ചു പോയത്. അപ്പോൾ ഈ ഒരു ബുക്കിലൂടെ ഈ ഒരു പെസ്റ്റിസൈഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസസ് ആണ് ഇതിൽ തുറന്നു കാണിക്കുന്നത്. The chapter describes a fictional town meant to represent countless real communities, highlighting a drastic destructive change. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫിക്ഷണൽ ടൗൺ ആണ്, അമേരിക്കയിലെ ഒരു ഫിക്ഷണൽ ടൗൺ ആണ്, ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ. അവിടെയാണ് ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുള്ളത്. അതുവരെ നല്ല സമാധാനത്തിലും പോയിരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺ ആയിരുന്നു. പിന്നീട് ഈ ഒരു പെസ്റ്റിസൈഡിൻ്റെ ഉപയോഗം മൂലം ആ ടൗണ് പൂർണ്ണമായിട്ടും നശിച്ചു എന്നാണ് പറയുന്നത്. The chapter is a blend of fiction and reality designed to grab the reader's attention. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫിക്ഷൻ, ഒരു കഥ രൂപത്തിലും ഒരു ഇമാജിനേറ്റീവ് ആയിട്ടുള്ള രൂപത്തിലും റിയാലിറ്റിയും കൂടി ചേർത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ഗ്രാസ്പ് ചെയ്യാനാണ്. It starts by describing a beautiful, peaceful town in the heart of America. അപ്പോൾ അമേരിക്കയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗണാണ് ഈ കഥയിൽ ഉള്ളത്. പീസ്ഫുൾ ആയിട്ടുള്ള നല്ല സമാധാനപരമായിട്ടുള്ള ഒരു ടൗൺ. ദ ടൗൺ വാസ് ആൻ ഐഡിയലിക് പ്ലേസ് വേർ ലൈഫ് വാസ് ഇൻ പെർഫെക്റ്റ് ഹാർമണി വിത്ത് ഇറ്റ് സറൗണ്ടിങ്സ്. അപ്പോൾ ഈ ഒരു ടൗൺ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ട് കാമായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു ടൗൺ ആയിരുന്നു ഇത്. The fields were prosperous, the hills were green, and the air was full of the sound of birds and the scent of flowers throughout the seasons.
അപ്പോൾ അവിടുത്തെ ഫീൽഡ്സ്, അവിടുത്തെ വയലുകളൊക്കെ വളരെ സമൃദ്ധിയിലുള്ളതായിരുന്നു. അവിടുത്തെ കുന്നുകൾ നല്ല ഗ്രീനായിരുന്നു. അതുപോലെ അവിടുത്തെ വായു എന്ന് പറയുന്നത് ബേഡ്സിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അങ്ങനെ വളരെ സമാധാനപൂർവ്വമായിട്ട് വളരെ ഹാർമണിയിൽ പോയിരുന്ന ഒരു ടൗൺ ആയിരുന്നു. ദി സ്ട്രീംസ് വർ ക്ലിയർ, ഫുൾ ഓഫ് ട്രൗട്ട് ആൻഡ് ട്രാവലേഴ്സ് ലവ് ടു വിസിറ്റ്. അവിടുത്തെ അരുവികളൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, നല്ല ക്ലിയർ ആയിരുന്നു അവിടുത്തെ വെള്ളം. അതുപോലെ തന്നെ അതിൽ നിറയെ പുഴമീനുകളുണ്ടായിരുന്നു. ട്രാവലേഴ്സിനൊക്കെ അവിടെ വിസിറ്റ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. ദെൻ എ സഡൻ ഡിവാസ്റ്റേറ്റിംഗ് ചേഞ്ച് സെപ്റ്റ് ഓവർ ദ ഏരിയ. പെട്ടെന്നാണ് ഒരു മാറ്റം വന്നത്. എ സ്ട്രേഞ്ച് ബ്ലൈറ്റ്, ഡിസീസ് ഓർ കേഴ്സ് സെറ്റിൽ അപ്പോൺ ദ ഏരിയ. അതായത് ഇവിടെ പറയുന്നത് ഒരു അപരിചിതമായിട്ടുള്ളൊരു ബ്ലൈറ്റ് മീൻസ് ഒന്നെങ്കിൽ ഡിസീസ്, എന്തെങ്കിലും രോഗമോ, അതായത് ഈ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചതിനു ശേഷം അവിടെ ബാധിച്ചിരിക്കുന്ന ഒരു തരം ഡിസീസ് അല്ലെങ്കിൽ ഒരു കേഴ്സ് എന്നൊക്കെ പറയാം. ദ ഫ്ലോക്സ് ഓഫ് ചിക്കൻസ് ആൻഡ് ദ കാറ്റിൽ ബിക്കെയിം സിക്ക് ആൻഡ് ഡൈഡ്. അവിടെ ഒരു കൂട്ടം കോഴികൾ, അതുപോലെ കന്നുകാലികൾ ഒക്കെ രോഗം ബാധിച്ച് മരണപ്പെട്ടു. ദ ഫാമേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ് ഓൾസോ ഫീൽ ഇൽ. അതുപോലെ തന്നെ അവിടുത്തെ കർഷകർക്ക് അവരുടെ ഫാമിലിയിലൊക്കെ രോഗങ്ങൾ വന്ന് ഇതേ ഫീൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അവരും മരണപ്പെടാൻ തുടങ്ങി. എ ടെറിബിൾ സൈലൻസ് ഫെൽ ഓവർ ദ ടൗൺ. അതുവരെ സന്തോഷപൂർവ്വം ബേർഡ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്ന, ഫ്ലവേഴ്സിൻ്റെ മണമുള്ള, നല്ല വായുവിലൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അരുവികൾ ഒഴുകുന്ന നല്ല സമാധാനപൂർവ്വമായിട്ടുള്ളൊരു ടൗൺ ആയിരുന്നു. പക്ഷേ ഇത് പെട്ടെന്നായിരുന്നു ഈ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് പറയുന്നത്. ദ ബേർഡ്സ് വാനിഷ്ഡ്, നോ വൺ ന്യൂ വേർ. അവിടെയുള്ള പക്ഷികളൊന്നും കാണാനില്ല, എല്ലാം അപ്രത്യക്ഷമായി. പക്ഷെ ആർക്കും അറിയില്ല എങ്ങോട്ടാണ് പോയതെന്ന്. പീപ്പിൾ കംപ്ലൈൻ ദാറ്റ് ദേ കുഡിൻ റൈസ് പിഗ്സ് ഓർ ചിക്കൻസ് ആൻഡ് ദ ഫ്യൂ ലാംബ്സ് ബോൺ സർവൈവ്ഡ് ഫോർ ഓൺലി എ ഫ്യൂ ഡേയ്സ്. ആളുകളൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി, ഞങ്ങൾക്ക് പിഗ്സിനെയും ചിക്കൻസിനെയും കോഴികളൊന്നും വളർത്താൻ കഴിയുന്നില്ല, അവരൊക്കെ പെട്ടെന്ന് എന്തോ രോഗം വന്നിട്ട് അവർ ചത്തുപോവുകയാണ്. അതുപോലെ ആടുകൾ ഒക്കെ ജനിച്ച് കുറച്ച് സമയം മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ, അതിനുശേഷം അവരൊക്കെ മരണപ്പെടുകയാണ്. ദ ബീസ് വർ ഗോൺ, സോ ദ ആപ്പിൾ ട്രീസ് നെവർ ബ്ലൂംഡ് ഫുള്ളി ആൻഡ് ദർ വാസ് നോ പോളിനേഷൻ. അതുപോലെ ബീസ്, ഈ തേനീച്ചകളൊന്നുമില്ല, അവരൊക്കെ അപ്രത്യക്ഷമായി. ആപ്പിൾ ട്രീസൊന്നും പുഷ്പിക്കുന്നില്ല. അവിടെ ഒരു പുതിയ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ദ സ്ട്രീംസ് നോ ലോങ്ങർ ഹാഡ് ഫിഷ്. അതുപോലെ തന്നെ അരുവികളിലൊന്നും ഇപ്പോൾ മത്സ്യം കാണാൻ കഴിയുന്നില്ല, ഒക്കെ നശിച്ചു. ദ റോഡ് സൈഡ് വീഡ്സ് വർ ബ്രൗൺ ആൻഡ് വിതേർഡ് ആൻഡ് എ സ്ട്രേഞ്ച് വൈറ്റ് പൗഡർ പെസ്റ്റിസൈഡ് റെസിഡ്യൂ കുഡ് ബി സീൻ എവരിവെയർ ഓൺ ദ റൂഫ് ടോപ്പ്, ദ ഫീൽഡ്സ് ആൻഡ് ദ സ്ട്രീംസ്. റോഡ് സൈഡിലുള്ള പുല്ലുകളൊക്കെ ഇപ്പോൾ ബ്രൗൺ കളറായിട്ടുണ്ട്, വളരെ ശോഷിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. ഇതൊക്കെ ഈ പെസ്റ്റിസൈഡിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതുപോലെ എല്ലായിടത്തും, അതായത് എല്ലാ സ്ഥലത്തും, റൂഫ് ടോപ്പിൽ, ഫീൽഡ്സിൽ, വയലുകളിൽ, അരുവിയിലൊക്കെ ഒരു തരം പെസ്റ്റിസൈഡ് റെസിഡ്യൂ, ഒരു വൈറ്റ് പൗഡർ എന്ന് പറഞ്ഞാൽ ഈ പെസ്റ്റിസൈഡ് ഇങ്ങനെ കീടനാശിനി ഉപയോഗിച്ചത് മൂലം അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള അവശിഷ്ടങ്ങളായിട്ട് ഒരു പൗഡർ രൂപത്തിൽ, ഒരു വൈറ്റ് പൗഡർ രൂപത്തിൽ അവിടെയൊക്കെ ഇങ്ങനെ അവശേഷിക്കുന്നുണ്ട്. ദർ വാസ് നോ എനിമി, നോ വിച്ച് ക്രാഫ്റ്റ്, ജസ്റ്റ് സൈലൻസ് കോസ്ഡ് ബൈ ദ ബ്ലൈറ്റ്. അതായത് ഈ ഒരു കീടനാശിനി മൂലം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അതായത് ഒരു തരം രോഗം ബാധിക്കുക, മനുഷ്യനും മൃഗത്തിനൊക്കെ അതുമൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അല്ലാതെ അവിടെ എനിമിയോ വിച്ച് ക്രാഫ്റ്റോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. ദ സ്റ്റോറി എൻഡ്സ് ബൈ സെയിങ് ദിസ് ടൗൺ ഡസൻറ്റ് ആക്ച്വലി എക്സിസ്റ്റ് ബട്ട് ദ ഡിസാസ്റ്റേഴ്സ് ഡിസ്ക്രൈബ്ഡ് ഹാവ് ഓൾറെഡി ഹാപ്പൻ ഇൻ മെനി റിയൽ കമ്മ്യൂണിറ്റീസ് അക്രോസ് അമേരിക്ക. അപ്പോൾ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് തന്നെ ദിസ് ടൗൺ, അമേരിക്കയിലുള്ള ഒരു ടൗണിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഈ ഒരു ടൗൺ ആക്ച്വലി അത് എക്സിസ്റ്റ് അല്ല, അത് നിലനിൽക്കുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം, ഈ ഒരു ഡിസാസ്റ്റർ, ഈ ഒരു പെസ്റ്റിസൈഡിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഉണ്ടായിട്ടുള്ള ഈ നാശനഷ്ടങ്ങൾ അമേരിക്കയിലെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള റിയാലിറ്റിയാണെന്ന് പറയുന്നുണ്ട്.
Cason's point is that the terrible consequences of unchecked human actions, like the excessive use of pesticide, can creep up silently and suddenly. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭയാനകമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ മനുഷ്യരുടെ അമിതമായിട്ടുള്ള പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് മൂലമാണ്. പ്രകൃതി അമിതമായിട്ട് ഈ കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഡിസ്ട്രക്ഷനൊക്കെ സംഭവിക്കുന്നത്. അതുവരെ പൂർവ്വമായിട്ട് മുന്നോട്ട് പോയിരുന്ന ആ ഒരു സ്മോൾ ടൗൺ പിന്നീട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് സംഭവിച്ചത്, ഒരു ഡിസ്ട്രക്ഷനിലേക്കാണ് പോയത്. ഇതൊക്കെ അമിതമായിട്ടുള്ള ഈ ഒരു പെസ്റ്റിസൈഡ്